കർമ്മഫലം അനുഭവിച്ചേ പോയിട്ടുണ്ട്. പുരാണങ്ങളിൽ തന്നെ കർണൻ്റെയൊക്കെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ യുദ്ധമുഖത്ത് രഥം താഴ്ന്നു നിൽക്കുന്ന സമയത്ത് ആ ആയുധം താഴെ വയ്ക്കുമ്പോഴാണ് അർജുനനോട് കൃഷ്ണൻ പറയുന്നത് അദ്ദേഹത്തെ വധിച്ചേക്കുന്നു, ആരെ കർണനെ. അപ്പോൾ കർണൻ ചോദിക്കും, ആയുധം വെച്ച ഒരാളെ കൊല്ലുക എന്നുള്ളത് അധർമ്മമാണ്, ചെയ്യാൻ പാടില്ല. അപ്പോൾ കൃഷ്ണൻ പറയുന്നത് വെച്ചാൽ അധർമ്മത്തെക്കുറിച്ച് പറയാൻ നിനക്ക് എന്താണ് അവകാശം? നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ ചെയ്ത തെറ്റ് നമുക്കറിയില്ല. അപ്പോൾ ഭഗവാൻ അത് പറഞ്ഞു കൊടുക്കണമെന്ന് വെച്ചാൽ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം മുതൽ പറയുന്നു. അപ്പോൾ ദുശാസനൻ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ ഈ കർണൻ നിശബ്ദനായിരുന്നു അവിടെ. അപ്പോൾ ധർമ്മത്തെക്കുറിച്ച് അത്രയ്ക്ക് ചോദിക്കുന്ന ആളാണെങ്കിൽ അവിടെ എതിർക്കണ്ടേ, ധർമ്മം അവിടെ നടപ്പിലാക്കണ്ടേ? അദ്ദേഹം അത് ചെയ്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കള്ളച്ചൂത് കളിച്ചപ്പോൾ അവരൊരു കള്ളച്ചൂതാ കളിക്കണമെന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, അപ്പോഴും കണ്ണടച്ച് നിന്നു. അതെല്ലാം അധർമ്മം അതെല്ലാം കർമ്മഫലമായിട്ട് വരും. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ഇനി അയ്യോ ഞാൻ അത്രയൊക്കെ ചെയ്തിട്ട് എനിക്കൊരു ഇതായില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതെല്ലാം മുകളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ട്, അതിനുള്ള നമുക്ക് വരും. ഇപ്പോൾ ഇപ്പം ജാതകത്തിലോ അല്ലെങ്കിൽ പ്രശ്നത്തിലോ കർമ്മഭാവമൊക്കെ കർമാൽ കർമ്മൻ കീർത്തിത്വം ദാനം മാനം ബലിക്രിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളിൽ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. ഇയാളുടെ കർമ്മഫലങ്ങളുടെയും ഒക്കെ അതിലൂടെ അറിയാം. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.